മാഡത്തിനെ നമുക്കിതുവരെ കാണാൻ സാധിച്ചില്ലല്ലോ. എന്തായാലും നമുക്ക് നാളെ കാണാം. എന്റെ അർച്ചനെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുകയും വേണം. നടക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും എനിക്കുണ്ട് പ്രാർത്ഥിക്കാൻ ചില കാര്യങ്ങൾ. ഞാൻ കരുതി തന്നെയാ വന്നത്. ഏതായുധം വേണമെന്ന് മേഡം തീരുമാനിച്ചാൽ മതി. ഒരു ബുള്ളറ്റിൽ തീർക്കണോ അതോ ഇരയുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ആയുധം? അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വെടിവെച്ചാലും കത്തി കൊണ്ട് കുത്തിയാലും ശ്വാസം മുട്ടിച്ചാലും അതല്ല ഒരു ചായയിൽ വിഷം കൊടുത്താലും എനിക്കൊരുപോലെ. പക്ഷെ എന്റെ ടാർഗറ്റ് തീർന്നിരിക്കണം. അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. എൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. പക്ഷെ ഞാൻ ഏറ്റെടുക്കുന്ന ജോലി ഞാൻ തീർത്തു തന്നിട്ടേ മടങ്ങും. അതിനാണ് ലക്ഷങ്ങൾ തന്നിട്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, എന്താ തന്റെ പ്ലാൻ? കബീർ ഖാനായിട്ട് ഈ ആശ്രമത്തിൽ അന്തേവാസി ആവാൻ പറ്റില്ലല്ലോ. അല്ല, അതിനുള്ളൊരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. എന്നാ പിന്നെ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ. അവന്റെ കാര്യത്തില് എനിക്കൊരു പ്രതീക്ഷയില്ല. അവൻ ഇങ്ങനെ മദ്യത്തെ മുങ്ങിപ്പോയല്ലോടാ മോനെ. മുങ്ങിയതല്ലോ, ആ അവന്തിക അവനെ മുക്കി കൊന്നോണ്ടിരിക്കുകയല്ലേ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ബോധമില്ലാതെ അവനിതൊക്കെ പറയുന്നെന്നാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവൻ സ്വബോധത്തോടെ തന്നെയാ ഇതൊക്കെ ചെയ്യുന്നേ. ആ ഡിവോഴ്സ് പേപ്പർ അവൻ ഒപ്പിട്ട് തിരിച്ചയച്ചതുപോലും തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. ഞാൻ അവന്റെ കാല് പിടിച്ചു. ഒരു ഘട്ടത്തില് അവൻ എന്റെ കൂടെ വരാന്ന് സമ്മതിച്ചു. എന്നിട്ട് പക്ഷേ അതിനവൻ വെച്ച കണ്ടീഷൻ, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തായിരുന്നു ആ കണ്ടീഷൻ? അവന്തിക്കെതിരെ നമ്മൾ കൊടുത്ത എല്ലാ കേസുകളും പിൻവലിക്കണം. അങ്ങനെ ചെയ്താ എല്ലാം ഉപേക്ഷിച്ച് അവൻ തിരിച്ചു വരാന്ന്. ഇനി നിങ്ങൾ തന്നെ പറ, അവൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കണമായിരുന്നോ? വേണ്ട ഏട്ടാ, ഇപ്പൊ എനിക്ക് തോന്നുക ഞാൻ ഡിവോഴ്സ് ലെറ്റർ അയക്കാനെടുത്ത തീരുമാനം ശരിയാണെന്ന്. ആ അവന്തിക്ക് എന്തോ കൈവശം കൊടുത്ത് എന്റെ മോനെ മയക്കിയെടുത്തതാ. അല്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യത്തില്ലടാ. കൈവശോ? അമ്മ എന്താ ഈ പറയുന്നേ? മയക്കെടുക്കാൻ അമ്മയുടെ മരുമോൻ എന്താ കൊച്ചു കുഞ്ഞാണോ? അത് മോളെ, സച്ചേട്ടൻ പറഞ്ഞ പോലെ ബുദ്ധിയോടെയും വിവേകത്തോടെയും ഒരു തീരുമാനം ഞാനും എടുക്കാൻ പോവാ. ഈ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ എന്റെ തീരുമാനം. ആർക്ക് മുന്നിലും ഞാൻ ഇനി തോറ്റു കൊടുക്കില്ല. അയാൾ പറയുന്നത് പോലെ അവന്തികയ്ക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് എനിക്ക് അയാളെ വേണ്ട. ഇതാണ് ഹീറോയിസം. ഈ സ്പിരിറ്റ് വേണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കോടതിയിൽ കൊടുത്തിട്ടുള്ള 2 കേസുകളും നമുക്ക് അനുകൂലമായി തന്നെ വിധിക്കും. ആ പേടിയാ അവന്തികയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആശ്രമത്തിലെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞു വന്ന ഉടൻ തന്നെ ഗൂഗിൾ സാറ് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അതോടുകൂടി അവളുടെ ഈ നെറുകെട്ട കളി എല്ലാം അവസാനിക്കും. അപ്പോഴേക്കും എന്റെ കുഞ്ഞിന്റെ ജീവിതം പോവുമല്ലോ ഈശ്വര. അവനെ ഓർത്ത് നമ്മൾ മാത്രം സങ്കടപ്പെട്ടിട്ട് എന്താമേ കാര്യം? അവനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള ചിന്ത അവനുണ്ടോ?
കമ്മീഷൻ റിപ്പോർട്ട് കോടതിയിൽ വരട്ടെ. അവന്തികയെ ഞാൻ കോടതിയിലിട്ട് പൊരിക്കും. ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെയുള്ള മറുപടി ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും. എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. ചങ്ക് പൊട്ടി മരിച്ച എന്റെ അച്ഛന്റെ ശാപം വെറുതെ ആവില്ല. അത് അവന്തികയെ കടപുഴക്കി എറിയും. ആതിരെ, പെണ്ണ് തോൽക്കുന്നത് കാണാനാ എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ജയിക്കുമ്പോ കൈയടിക്കാൻ വളരെ കുറച്ചു പേരെ കാണൂ. ഈ കരുത്ത് കൈവിടാതെ നിന്നാ സന്ദീപിന് നിന്റെ കാൽക്കല് വരാതെ വേറെ വഴിയില്ല. അന്ന് നീ പറയുന്ന എല്ലാ ഡിമാൻഡുകളും സന്ദീപിന് അംഗീകരിക്കേണ്ടി വരും. കോടതിയും നിയമവും ഈ ഞാനും നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ശരി സച്ചിൻ. നമുക്ക് നാളെ ആശ്രമത്തിലേക്ക് പോണം. ചിത്ര പൗർണമിയുടെ ആഘോഷത്തിൽ പങ്കെടുക്കണം. ഗുരുജി വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. സമൃദ്ധ മാഡത്തിന്റെ ചികിത്സ നാളെ തീരും. പിന്നെയുള്ളത് പൂജകൾ മാത്രമാ. ഓ, അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് കാണാൻ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണ്ടേ? തീർച്ചയായും. മാഡത്തിനെ നമുക്കിതുവരെ കാണാൻ സാധിച്ചില്ലല്ലോ. എന്തായാലും നമുക്ക് നാളെ കാണാം. എന്റെ അർച്ചനെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാൻ വേണം. നടക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും എനിക്കുണ്ട് പ്രാർത്ഥിക്കാൻ ചില കാര്യങ്ങൾ. പോവാം. മോളെ, അതൊന്നും എടുക്കരുത് കേട്ടോ. സ്വാമിമാര് വഴക്ക് പറയും. അവരെന്നെ ഒന്നും പറയില്ല. അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാ. പറയുന്നത് കേക്ക് മോളെ. ഇതൊന്നും മോക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലേ. വാ, അതൊക്കെ മരുന്നുകളാ. മോള ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഈ മരുന്ന് കഴിച്ചാ അമ്മയുടെ അസുഖമൊക്കെ മാറോ? പോവും. നമ്മളിനി എപ്പോഴാ തിരിച്ചു പോകുന്നേ? ചിത്ര പൗർണമി ദിവസം ചികിത്സ കഴിയും. അത് കഴിയുമ്പോ നമ്മൾ തിരിച്ചു പോവും. എന്താ മോക്കൂടുന്ന് മടുത്തോ? വേണമെങ്കിൽ തിരിച്ചോണ്ട് വിടാം. വേണ്ട, ഞാൻ എന്റെ അമ്മയെ വിട്ട് എവിടെയും പോകുന്നില്ല.